വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളിത്തിരമാല പോൽ വെൺതൂവൽ പക്ഷി പോൽ, വെള്ളിത്തിരമാല പോൽ വെൺതൂവൽ പക്ഷി പോൽ. വെള്ളി വെളിച്ചം വരവായി അരികിൽ ഉണരൂ 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 ഉണരുണരുണരൂ, ഉണരൂ 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 ഉണരൂ. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. ചന്ദനത്തിൻ വാതിലൊന്നു തുറന്നാട്ടെ, ചേലോടെ കണ്ണു ചെമ്മി വന്നാട്ടെ. ചന്ദനത്തിൻ വാതിലൊന്നു തുറന്നാട്ടെ, ചേലോടെ കണ്ണു ചെമ്മി വന്നാട്ടെ. ചെമ്മാനം മെല്ലെ കടന്നു പോയി, ചിന്മയ കതിരോൻ വരവായി. ചെമ്മാനം മെല്ലെ കടന്നു പോയി, ചിന്മയ കതിരോൻ വരവായി. ഉണരൂ 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 ഉണരുണരുണരൂ, ഉണരൂ 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 ഉണരുണരുണരൂ. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. മേഘത്തിൻ തേരിലേറി പോയിടാലോ, മേളത്തിനൊത്തു ചേർന്നു പാടിടാലോ. മേഘത്തിൻ തേരിലേറി പോയിടാലോ, മേളത്തിനൊത്തു ചേർന്നു പാടിടാലോ. മാനത്തെ ഊഞ്ഞാലിലാടി വരുന്നേ മാൻമിഴി മൊഞ്ചുള്ള രാജകുമാരി. മാനത്തെ ഊഞ്ഞാലിലാടി വരുന്നേ മാൻമിഴി മൊഞ്ചുള്ള രാജകുമാരി. ഉണരൂ 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 ഉണരുണരുണരൂ, ഉണരൂ 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 ഉണരുണരുണരൂ. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളിത്തിരമാല പോൽ വെൺതൂവൽ പക്ഷി പോൽ, വെള്ളിത്തിരമാല പോൽ വെൺതൂവൽ പക്ഷി പോൽ. വെള്ളി വെളിച്ചം വരവായി അരികിൽ ഉണരൂ 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 ഉണരുണരുണരൂ, ഉണരൂ 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 ഉണരുണരുണരൂ. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. വെള്ളരിപ്രാവേ നീ ഉണരുണരു, വെള്ളിച്ചിറകടിച്ച് നീന്തുണരുണരു. What a lovely place. Leoda, just love it. Very beautiful.
ഈ താഴ്വരയിലെ കാറ്റേറ്റിരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഓരോ ട്യൂണുകളൊക്കെ വരും. ഞാനിയുടെ ട്യൂൺ ചെയ്താണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ട്യൂണൊക്കെ കൊള്ളാം. അധികം വായിച്ച് ചളാക്കണോ? നീ നോക്കിക്കൂ, ഒരു ദിവസം എൻ്റെ പാട്ട് കേൾക്കാൻ ആരാധകർ എങ്ങനെ ക്യൂ നിൽക്കും. ഈശ്വര, അന്ന് ഞാൻ അങ്ങോട്ട് എടുത്തങ്ങ് ചാടും. നീ എടുത്ത് ചാടിയാ നിന്റെ കാര്യം കെട്ടപ്പോകാം. അല്ല, പിന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സാധിക്കും? പഠിച്ചു വലിയ എഞ്ചിനീയർ ആകണം, മൈക്കിൾ ജാക്സൺ പോലെ 10 ആളെ ആൻസർ ആകണം. എന്തൊക്കെ മോഹങ്ങളാ ചെക്കൻ്റെ തലയിൽ. ഓ, നിന്റെ തലയിൽ കളിവിനായതുകൊണ്ട് മോഹങ്ങളൊന്നും ഒതുക്കാൻ സാധ്യതയില്ലല്ലോ. അല്ലെങ്കിലും എനിക്ക് നിന്നെ പോലെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ച് നല്ല പാട്ടുകൾ ചെയ്യണം. ഈ കുന്നഞ്ചെരുവുകളിലും പുൽമേടുകളിലും താഴ്വരകളിലും ആ പാട്ടുകളൊക്കെ പാടി എന്നെ എന്തുവാടെ ഒരു അപശ്രുതി? അപശ്രുതി അല്ല മോനെ, നിന്റെ വണ്ടിയിലാരോ ഒന്ന് ഇടിച്ചതാ. എന്റെ വണ്ടിയല്ലോ? ഡാഡിയോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്ത് പണിയാടി കാണിച്ചത്? നിനക്ക് വന്നേറെ എന്റെ വണ്ടിയാണ് കണ്ടോളൂ. സന്തു, ക്ഷമിച്ചുകളാ. കാറും വല്ലതും പറ്റിയോ നോക്ക്. ഹോ, മലയാളിയിലായിട്ട് ഒരു കാര്യമില്ല. 10 വയസ്സൊരു ഉപകാരമില്ല. ഒന്നും പിടിച്ച് എഴുന്നേപ്പിച്ചൂടെ? അത് ശരി, എന്റെ വണ്ടിയെ വന്ന് കയറിയതും പോരാ, നിന്ന് വാചകം അടിക്കണോ? സന്ധി, ചുമ്മാ തരടാ. എന്തെങ്കിലും പറ്റിയോ മോളെ? എനി ക്രാക്സ്? ഒരു പുന്നാര മോള്. ദൈവത്തിന്റെ കാരുണ്യം കണ്ട് ട്രാക്ഷൻ വേണ്ടി വരില്ല. അതെങ്ങനെയാ? ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോന്ന് വന്ന് കയറിക്കോളും. വണ്ടിക്ക് സ്ക്രാച്ച് വല്ലതും വേണോ? ഒരു വണ്ടി എന്റെ വീട്ടിൽ ഇത് കൂട്ട് 3-4 ഉണ്ടായിരുന്നു. ഓ, നിന്റെ അപ്പനപ്പോൾ മെക്കാനിക് ആയിരുന്നോ? നീ പോടാ മരങ്ങോടാ, നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ആ പൂവൊന്ന് എടുത്തു തന്നെ. അതെ, ഒരു 5 പൗണ്ടിങ് എടുത്തേ. എന്താ കാര്യം? കണ്ടോ, ഈ പൂക്കളെല്ലാം നാശായി. വേറൊരാൾക്ക് വേണ്ടി വാങ്ങിയതാ. സൈക്കിളിന് ഏട് പറ്റിയതോ പോട്ടെ. ഈ പൂക്കൾക്ക് 5 പൗണ്ടോ? ഇത് 2 പൗണ്ടിന് കിട്ടും. അയ്യടാ, 4.99 മോലാ. ഓഫർ ആയതുകൊണ്ട് 2.99 കിട്ടി. ഇനി ചെന്നാ ഈ വിലക്ക് കിട്ടുമോ? അതുകൊണ്ട് എന്റെ പൊന്നുമോൻ 5 പൗണ്ടിങ് എടുത്തേ, എളുപ്പാട്ടെ. എന്റെ വണ്ടിയെ വന്ന് ഇടിച്ചതും പോരാ, ഞാൻ ഇവൾക്ക് കാശ് കൊടുക്കണമെന്നോ? ഒരു 5 പൗണ്ടല്ലേ, കൊടുത്തു വിട്. പിന്നെ 5 പൗണ്ട് കൊടുത്തത് തന്നെ. കാറ് റോങ് പാർക്കിങ്ങിലെ കിടക്കണേ. ഞാൻ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലേ മോൻ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു 5 പൗണ്ട് കാര്യത്തിൽ ഇത്ര റിസ്ക് എടുക്കണോ? ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഇന്നാ 10 പൗണ്ട്, ബാക്കി 5 ഇങ്ങതാ. എന്റെ ഇപ്പൊ ചേഞ്ച് ഇല്ല, പക്ഷെ ഏതായാലും ഇങ്ങതാ. അടുത്ത പ്രാവശ്യം കാണുമ്പോ ചേഞ്ച് തരാം. എടാ കൊരങ്ങ, ഈ ഗതയായിട്ട് അങ്ങടാ. വലിയ മഴയ്ക്ക് മുമ്പ് വീട്ടിൽ പടവില്ലാരെ വായി നോക്കി അടക്കുക. എന്നെ കണ്ട കുരങ്ങനെ പോലെ ഉണ്ടോ? ചുമ്മാ അറിഞ്ഞായിരുന്നു. ആണോ? ഓ, എന്തായിരുന്നു മോളേന്നൊരു വിളി. 5 പൗണ്ട് കൊടുക്കടാ, 5 പൗണ്ട് കൊടുക്കടാ. അവളെ കണ്ടാലറിയാം 1ാം ക്ലാസ് തട്ടിപ്പാണ്. പോയത് പോയി. നീ സമയം കണ്ടോ? അങ്കിള് കാത്തിരുന്ന് മടുത്ത് കാണും. നീ വാ, ലേറ്റായി. സന്ധ്യ, എന്റെ മുടിയൊന്ന് വിട്ടിട്ട് പോയാലോ? ഇന്ന് എന്റെ മുടിയും കൂടെ വെട്ടി അങ്ങ് ചെല്ലുമ്പോ ഒരു നേരാവും.
എന്താ മെലഡി പതിവില്ലാതെ ഈ നേരത്ത്? ഈ നഴ്സിംഗ് ഹോമിലെ മേറ്റിന് കണ്ണ് 4 ആണെന്ന് പറയണ നേരാണല്ലേ? ഇവിടെ ജീവിച്ചു പോണെങ്കിലേ 4 അല്ല 40 കണ്ണെങ്കിലും വേണം. അല്ല, ആരെ കുപ്പിയിലാക്കാനാണാവോ ഈ പൂക്കളുമായിട്ട്? അപ്പൊ അതും കണ്ടുപിടിച്ചോ? ഇന്ന് നമ്മുടെ മാർഗരറ്റ് അമ്മച്ചിയുടെ 80ാം പിറന്നാളല്ലേ? എന്റെ വക ഒരു സമ്മാനം ഇരിക്കട്ടെ എന്ന് കരുതി. 2 ദിവസമായിട്ട് അമ്മച്ചി നല്ല ഉഷാറിലാണ്. മെലഡി വന്നില്ലെന്ന് കൂടെ കൂടെ ചോദിക്കും. അല്ല, നീ എങ്ങനെ ഇവരൊക്കെ കയ്യിലെടുക്കുന്നത്? അത് ചുമ്മാ, പക്ഷെ സീക്രട്ട് ആണ് കേട്ടോ. അവർക്ക് കൊടുക്കുന്ന കാപ്പി കുറച്ച് ഷുഗർ കൂടുതൽ ഇട്ടാ മതി, പിന്നെ അവര് നമ്മളോട് പഞ്ചാര ആയിക്കോളും. ഒരു പഞ്ചാര കുഞ്ചു. ചെല്ല് ചെല്ല്, അവരുടെ മകൾ ഇന്ന് വിസിറ്റിന് വരുന്ന ദിവസം. ഹലോ കറിയാച്ച. ഹലോ, വരൂ. നല്ല കണ്ടിട്ട് ആയല്ലോ. സനിച്ച, കുടിക്കാനൊരു ചായ എടുക്കട്ടെ? വേണ്ടായിരുന്നു, കുഴപ്പമില്ല, ആയിക്കോട്ടെ. 2 വാടകക്കാരെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കറിയാച്ചൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. പിള്ളേർ എന്തിയേ? പിള്ളേർ ഇതുവരെ എത്തിയില്ല. എവിടെയെങ്കിലും കറങ്ങിച്ച് നടപ്പുണ്ടായിരിക്കും. എന്തായാലും സണ്ണിച്ചൻ ഇരിക്കെ, ഞാൻ ഇറങ്ങുക. എന്താ ഇത്ര തിരക്ക്? അല്ല, ഈ വർഷം അസോസിയേഷൻ പരിപാടി ഒന്നും ഇല്ലേ? അതിന്റെയൊക്കെ ചക്രം പിടിക്കുന്ന കൈകളാ അകത്ത് ചായ എടുത്തോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ വെറുതെ കൂടുന്നു മാത്രം. കറിയാച്ച, ഞാൻ ഇറങ്ങുക. പിള്ളേരെ ഇതുവരെ കണ്ടില്ലല്ലോ. ആൺപിള്ളേരല്ലേ, എവിടെയെങ്കിലും വാങ്ങി നോക്കി നിൽപ്പുണ്ടാവും. എത്താറായെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആരാ പഠിക്കൂ? ഇന്ന് അസോസിയേഷന്റെ മീറ്റിംഗ് ഉള്ളതാണ്. മനുഷ്യന് നിന്ന് തിരിയാനുള്ള സമയമില്ല. ആ മാത്യൂസ് കൂടെ ഉള്ളതാണ് മനസ്സിനുള്ള സമാധാനം. എന്റെ മോൾ മീരയ്ക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. പിന്നെ മറ്റൊന്നും വേണ്ട അവൾക്ക്. ശരിയാ, മീര മിടുക്കിയ. പാട്ടും ഡാൻസ് നല്ല വശമാണ്. അല്ല സന്നിച്ച, ഈ വരുന്നാമാർ എങ്ങനുണ്ട്? ഒരു കുഴപ്പവും ഇല്ലെന്നേ. അതിലൊരുത്തൻ എന്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകനാണ്. അതെ, ഞാൻ ഇവിടെ ഇരുന്നാലേ പിള്ളേർ വന്നാൽ അറിയില്ല. അവര് വന്നാൽ ഉടനെ ഞാൻ ഇങ്ങോട്ട്. ശരിയെന്നാ. അല്ല, എന്താ തിരിച്ചു പോന്നേ? അമ്മച്ചി നല്ല ഉറക്കാ. പൂക്കൾ ഞാനവിടെ വെച്ചിട്ട് വന്നു. എഴുന്നേക്കുമ്പോ പറഞ്ഞാ മതി ഞാൻ കൊണ്ട് വെച്ചതാന്ന്. ഈ ഉറക്കത്തിന്റെ സമയമൊക്കെ മാറിയിട്ടുണ്ട്.
അല്ല ആന്റി, മാർഗരറ്റ് അമ്മച്ചിയുടെ മുറി കാണുന്ന ഫോട്ടോ ഒക്കെ ആരുടെയാ? ഒരു സുന്ദരിപ്പന്റെ ഫോട്ടോ ഉണ്ടല്ലോ. അവരൊരു കാലത്ത് സ്റ്റാർ ആയിരുന്നു. നാടകം, ബാലെ, സിനിമയിൽ പോലും അഭിനയിച്ചിട്ടുണ്ട്. അവരെ ഇപ്പൊ എഴുന്നേക്കാൻ പോലും പറ്റാത്ത വളഞ്ഞുത്തി കിടക്കണല്ലേ? എല്ലാവരുടെയും കാര്യം എങ്ങനെയാ, വയസ്സുകാലത്ത് ഏത് പരുവത്തിലാകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവരുടെ മകൾക്ക് അമ്മച്ചിയെ കൊണ്ടുപോയി നോക്കാൻ മേലെ? അവര് നല്ല തിരക്കുള്ള ആളാ. അതിനിടെ ഇതൊക്കെ നോക്കാൻ അവർക്ക് എവിടെയാ നേരം? സ്വന്തം അമ്മയെ നോക്കാൻ പറ്റാത്തത്ര തിരക്കോ? അവരേതോ റിയാലിറ്റി ഷോയുടെ ഓർഗനൈസറാണ്. ഏതായാലും നിന്റെ കൊച്ചു തല ഇത്തരം കാര്യങ്ങളൊന്നും കുത്തി നടക്കണ്ട. ആന്റി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു തമാശ ഉണ്ടായി. പൂക്കളൊക്കെ വാങ്ങി വരുമ്പം 2 കുരങ്ങന്മാരെ കണ്ടു. കുരങ്ങന്മാരോ? അതേന്നേ, 2 മനുഷ്യക്കുരങ്ങന്മാര്. മുമ്പെങ്ങും അവന്മാരെ ഇവിടെയൊന്നും കണ്ടിട്ടില്ല. നീ ആരുടെ കാര്യമാ പറയുന്നത് പെണ്ണെ? 2 ചെറുക്കന്മാര്, മലയാളികളാ. ഞാൻ അവരായിട്ടൊന്ന് ഉടക്കി. നീ ഉടക്കിയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. പിന്നെ ഉടക്കാതെ മാർഗരറ്റ് അമ്മച്ചിക്ക് വേണ്ടി വാങ്ങിയ പൂക്കൾ അവന്മാരുടെ ഒരു ചടാക്ക് വണ്ടി കാരണം നാശമായത്. നന്നായി, ഒരുത്തിനെ വെറുതെ വിടരുത്. കണ്ടോ, മെലഡിക്ക് ഒരു പ്രശ്നം വന്നപ്പോ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഞാൻ പറഞ്ഞ കാര്യമാക്കണ്ട. അല്ല, എന്നാ ഇനി ഡ്യൂട്ടി? നാളെ കഴിഞ്ഞാണേ. പക്ഷെ എനിക്ക് 2 ദിവസം ഓഫ് വേണമായിരുന്നു. പള്ളിയിലൊക്കെ ഒന്ന് പോണം. ഓഫുകൾ ഒത്തിരി ആയി. ആരെങ്കിലും പകരം കിട്ടുമോ നോക്കട്ടെ. ഇപ്പൊ മോള് ചെല്ല്, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഓ പോയേക്കാമേ. ശരി, see you later. വാ വാ, കേറി വാ. താങ്ക് യു. എവിടെ ആയിരുന്നു? പോയി പോവാറായല്ലോ. അല്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ ഇവിടെയല്ലേ താമസം? അയ്യോ, പ്രായമായ ഒരു പൂക്കച്ച എനിക്കുള്ളത്. അതിന് പുറമെ നിങ്ങളൊക്കെ കൂടെ താമസിക്കാനുള്ള സൗകര്യമില്ല. ഓ, ഇവരൊരു മണ്ടത്തരം പറഞ്ഞ ഞങ്ങൾ പെൺപിള്ളേരുള്ള വീട്ടിലേക്ക് ഞങ്ങൾ നോക്കാറും കൂടിയില്ല. ആണോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം വെറുതെ ആവുമല്ലോ. നല്ല വിശപ്പ്. അല്ലെങ്കിൽ ഫുഡ് അടിക്കാനൊക്കെ പോകും, വെറുതെ വാചകമടിച്ച് ഇരിക്കാറില്ല എന്നാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ വാ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ കറിയച്ചൻ്റെ വീട്ടിൽ വെച്ചിട്ട് വരാം. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോലെ കുടല് കരിയുന്നുണ്ട് അളിയാ. വാ വാ, സമയം കളയണ്ട, നമുക്ക് പോവാം. ഇതെന്താ, പിക്കറ്റിംഗ് ആണോ? പിക്കറ്റിംഗ് ആണെന്ന് കൂട്ടിക്കോ. കുറച്ചു നാളായല്ലോ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല ഗുലുമാലൊപ്പിക്കാനാണോ?
ഞങ്ങൾ അങ്ങനെ കുഴപ്പക്കാരൊന്നല്ല. ഉവ്വ കഴിഞ്ഞ തവണ കുറെ കള്ളം പഞ്ഞെന്നെ മരത്തി കയറ്റിട്ട് ഇറങ്ങാൻ പറ്റ പാടെ എനിക്കേ അറിയൂ. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ്? കേക്കട്ടെ. ഞങ്ങൾക്ക് മെലഡിയുടെ ഫ്രണ്ട്സ് ആവണം. ഞങ്ങളെ മാത്രം എന്താ മാറ്റി നിർത്തിയിരിക്കുന്നത്? അതെ, എന്റെ സ്വഭാവത്തിനനുസരിച്ച് അധികം നാളൊന്നും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുനടക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് പറന്ന് നടക്കണം. എന്നാലും ഒരു ചാൻസും കൂടി തരാലോ. ഞങ്ങൾ ഇനി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ശരി, ഇത് ലാസ്റ്റ് ചാൻസ്. ഇപ്പോൾ ഏതായാലും നമ്മൾ പിരിയുന്നു. ഇനിയും കാണാം. മെലഡി, എന്നാ? ഏതായാലും നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയി. ഇനി നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാളെയും കൂടി കൂട്ടാവോ? ഇനി ഒരാളോ? അതാരാ? മെലഡിനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാള്. അയ്യടാ, വേറെ പണിയില്ല നിങ്ങക്ക്? എനിക്ക് അപ്പോഴേ തോന്നിയത് നിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും പാര കാണും. അല്ലല്ല, ശരിക്കും he really loves you. പിന്നെ എന്നെ ഇഷ്ടമുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തനും കാണില്ല. ദേ നോക്ക്, അവൻ മെലഡിക്ക് തരാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചതാ. എന്നിട്ട് ആളെന്തേ? ദേ അവിടെ ബെഞ്ചിലിരിപ്പുണ്ട്. അത് ശരി, നീയാണല്ലേടാ ലുട്ടാപ്പി. കൊറേ നാളെ നീ എന്റെ പുറകെ അടക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കൂടാ. ഒന്നും കാണില്ല ഇവനിട്ടൊന്ന് കൊടുക്കാൻ. കർത്താവേ, ഇവര് കാക്കൊത്തി കൊണ്ടുപോയോ? എന്താണ് ഒറ്റ ഒരുത്തിനെയും കാണുന്നില്ലല്ലോ? അതെങ്ങനാ? മീറ്റിംഗ് വിളിച്ച ഒറ്റ കമ്മിറ്റി മെമ്പർ വരത്തില്ല. കറിയാച്ചൻ വിളിച്ചതുകൊണ്ടാ, അല്ല ഞാനും വരത്തില്ലായിരുന്നു. അതിനാ ഞാൻ പറയുന്നത്, മീറ്റിംഗ് കഴിഞ്ഞ് ഒരു ബാച്ചിലേഴ്സ് പാർട്ടി നടത്തിയാൽ 2 എണ്ണം അടിക്കണമെന്നും പറഞ്ഞാണെങ്കിൽ 2 പേര് വരുമല്ലോ. മീറ്റിംഗ് എല്ലാരും അറിയിച്ചോ? എടോ, അറിയിക്കേണ്ടവന് ഞാൻ എല്ലാം അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് 2 മണിക്കൂറായി. ഇപ്പം പരിപാടിയിൽ മാറ്റമൊന്നുമില്ലല്ലോ. മാറ്റമൊന്നും തന്നെ ഇല്ല. എല്ലാം കഴിഞ്ഞ മീറ്റിംഗിൽ തീരുമാനിച്ചതുപോലെ തന്നെ ഇക്കൊല്ലം നമ്മുടെ അസോസിയേഷന്റെ നാമത്തിൽ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ, കിട്ടാവുന്ന അത്രയും ടീമുകളെ അതിനുവേണ്ടി പങ്കെടുപ്പിക്കണം. പരസ്യം ഞാൻ കണ്ട്. എല്ലാം കറിയാച്ചന്റെ ബുദ്ധി നിന്നാണോ? എടോ, തനിക്കറിയാമല്ലോ, ഈ അസോസിയേഷനും അതിന്റെ പ്രസിഡന്റ് സ്ഥാനവും അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ഒരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ശത്രുക്കൾക്ക് കുറവൊന്നുമില്ല. എടോ, അത് കാര്യമാക്കണ്ട. നമ്മുടെ കുട്ടികളെ നോക്കിപ്പടി, അവര് വളരെ എക്സൈറ്റഡാ. അത് ശരിയാ. ആ മീനയുടെ ടീമിലെ പിള്ളേര് പ്രോഗ്രാമിനെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട്. കണ്ടോ, കുട്ടികൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡാൻസ് കോമ്പറ്റീഷനിൽ അവിടെയും കൂട്ടുകാരുടെയും പേരെഴുതാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് മീര പോയത്. ആകെ എത്ര ടീമായി കറിയാച്ച? ആകെ 16. എല്ലാം കിടിലൻ ടീമുകളാണ്.
പക്ഷേ കറിയാച്ചനുള്ള അത്ര ചൂട് കരക്കാർക്ക് കാണാനില്ലല്ലോ. അവസാനം വന്ന് ആള് കളിക്കുന്നവനാണല്ലോ ഈ മലയാളി. എന്തായാലും ഈ ഷോ കഴിയുന്നിടം വരെ താൻ എൻ്റെ കൂടെ കാണുമല്ലോ. എന്നെ കുറിച്ച് പറയിടാവണ്ട. ഏതായാലും ഞാൻ അച്ഛൻ്റെ കൂടെ കാണും. ചുരുക്കി പറഞ്ഞാൽ തന്നെ എനിക്ക് വിശ്വസിക്കാമെന്ന്. അതൊക്കെ പോട്ടെ, ആ പുതുതായിട്ട് വന്ന ആ പിള്ളേരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമോ? ഒരുത്തൻ സഭാസമയം ഒരു ഗിറ്റാറും പിടിച്ചോണ്ട് നടക്കുന്നത്. ഞാനത് ആലോചിക്കാനായിട്ടല്ല. ഏതായാലും സണ്ണിച്ചാൻ്റെ മകള് മീര നാട്ടിൽ നിന്ന് വരട്ടെ. അവളാണല്ലോ കൊറിയോഗ്രാഫ് ചെയ്യുന്നത്. അല്ല കറിയാച്ച, ഇന്നിനൊരു മീറ്റിംഗ് വേണോ? ഒരുത്തനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടെങ്കി വേണ്ട. നമ്മുടെ സമയം മാത്രം ചെലവഴിച്ചിട്ട് എന്താണ് പ്രയോജനം? നമുക്ക് പോയേക്കാം.